ഹായ് മക്കളെ, ഒരുപക്ഷെ ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പുറത്ത് നടക്കുന്ന കോലാഹലങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. എന്തായാലും എന്താട്ടെ, നിങ്ങൾ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളൊരു അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കൊന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തെറ്റാണോ ചെയ്തത് എന്നൊക്കെ ഉള്ളത്. ആൻഡ് ഇത് എൻ്റെ ലാസ്റ്റ് വീഡിയോ ആണെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഏറ്റവും ഉപകാരമുള്ളൊരു വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന, നിങ്ങൾ 10ാം ക്ലാസ് ആയിക്കോട്ടെ, +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, നിങ്ങൾ ഫുൾ A+ഉം ഫുൾ മാർക്കും എന്ന സ്വപ്നം തല്ലി തകർക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലേ? അതെന്താണ്? നിങ്ങളുടെ ഫോൺ അഡിക്ഷൻ ആണല്ലേ. ആ ഫോൺ അഡിക്ഷൻ മാറ്റാനുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നിക്കുകളുമായിട്ടാണ് എന്ത് ചെയ്തത് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. ആൻഡ് നിങ്ങൾ അവസാനം വരെ കാണുക. പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ സമയം, നിങ്ങൾക്ക് വിലപ്പെട്ട സമയം നിങ്ങൾക്ക് ഫോണിൽ നിന്നും തിരിച്ചെടുക്കാൻ പറ്റും. ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള റിഗ്രറ്റോ ഗിൽട്ട് ഫീലൊന്നും വേണ്ട കേട്ടോ. എന്താ ഞാൻ മാത്രം ഇങ്ങനെ ഭയങ്കര ഫോൺ അഡിക്റ്റ് ആണല്ലോ എന്ന് നിങ്ങൾ കരുതേണ്ട. കാരണം നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ ക്ലാസ്സിലുള്ള കുട്ടികളാണ്. എന്തിനും നിങ്ങളെക്കാൾ പ്രായമുള്ള, നിങ്ങൾ 23, 30 വയസ്സുള്ള നിങ്ങളെ ചേട്ടന്മാരോടും ചേച്ചിമാരൊക്കെ നോക്കി നോക്കി, അവരൊക്കെ ഫോണിൻ്റെ മുമ്പ് തന്നെ അല്ലേ. ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് അങ്ങനെ ആയിരിക്കില്ലേ. എൻ്റെ വീട്ടിൽ ഞങ്ങളൊക്കെ തമാശക്ക് പറയാൻ ഏറ്റവും അഡിക്റ്റ് എൻ്റെ ഉപ്പയാന്നുള്ളത്. കാരണം മൂപ്പർ എല്ലാപ്പോഴും ഫുൾ യൂട്യൂബിലാണ്. അപ്പം ഇതെന്തല്ല, ഇത് നിങ്ങൾ മാത്രമുള്ളൊരു പ്രശ്നമല്ല. ആൻഡ് ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ എത്ര ഡിറ്റർമൈൻഡ് ആയിട്ടും, നിങ്ങൾ എത്ര മോട്ടിവേറ്റഡ് ആയിട്ടും കാര്യമില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ്, നമ്മൾ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ല. ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല അല്ലേ. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച്, എത്ര മോട്ടിവേഷൻ കണ്ടിട്ട് എല്ലാം ഉപേക്ഷിച്ച് പഠിക്കും എന്ന് തീരുമാനിച്ചിട്ട് നിങ്ങളൊരു അരമണിക്കൂർ 1 മണിക്കൂറാകുമ്പോൾ വീണ്ടും റീലിലേക്കും ഗെയിമിലേക്കും ഷോർട്സിലേക്ക് എത്തിയത് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ. അപ്പം എന്തല്ല, മോട്ടിവേഷനോ ഡിറ്റർമിനേഷനോ ഒന്നുമല്ല, നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. ആ ആക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യം എന്തുകൊണ്ടാണ് ഇത് അത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റാത്തത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. എടാ, ഈ ഒരു വീഡിയോ ആയിക്കോട്ടെ, നിങ്ങൾ കാണുന്നത് യൂട്യൂബിലായിരിക്കും അല്ലേ. അതേപോലെ തന്നെ എന്തായിരിക്കും, നിങ്ങൾ ഇൻസ്റ്റയിൽ പല റീലുകളും കാണുന്നുണ്ട്. ഇൻഫർമേറ്റീവും എൻ്റർടൈനിങ്ങും തമാശകൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. അതിനെന്തിനെങ്കിലും നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത് യൂട്യൂബ്, ഇൻസ്റ്റൊക്കെ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് തരുന്നത് അല്ലേ. അപ്പോൾ അവരെങ്ങനെ പൈസ ഉണ്ടാക്കുന്നത്? നമ്മുടെ സമയം, നമ്മുടെ ഡാറ്റ, അതൊന്നുമല്ല. നിങ്ങൾക്ക് ആഡ് കാണിച്ചുകൊണ്ടാണ്, പരസ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവർ പൈസ ഉണ്ടാക്കുന്നത്. അതായത് നിങ്ങളൊരു ആഡ്, ഇപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ആഡ് കൊടുത്ത ആൾ യൂട്യൂബിന് എന്ത് ചെയ്യുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്. അല്ലെ ഇൻസ്റ്റയിൽ റീലിൻ്റെ ഇടയ്ക്ക് ഒരു ആഡ് കാണുകയാണെങ്കിൽ അത് നിങ്ങൾ കാണുമ്പോൾ യൂട്യൂബിന് അല്ലെ ഇൻസ്റ്റഗ്രാമിന് എന്താണ്, ഒരു പൈസ കിട്ടുന്നുണ്ട്. ഓക്കെ. ആൻഡ് യൂട്യൂബ് കഴിഞ്ഞ വർഷം എത്ര പൈസയാണ് അങ്ങനെ ആഡ് വഴി ഉണ്ടാക്കിയെന്നോ? ഏകദേശം 4 ലക്ഷം കോടി രൂപ. 4 ലക്ഷം കോടി രൂപയാണ് ആഡിൽ ഉണ്ടാക്കിയത്. അപ്പം അതാണ് അവരുടെ വരുമാന മാർഗം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യൂട്യൂബിന് ഇങ്ങനെ വരുമാനം കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളെ കൂടുതൽ പരസ്യം കാണിച്ചാൽ മതി അല്ലേ. അതിന് യൂട്യൂബിന് മുന്നിൽ 2 മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടത്തരാണ്. അതായത് നിങ്ങൾക്ക് എന്താണ്, ഇപ്പോൾ ഇൻസ്റ്റയുടെ കേസ് എടുക്കാം. നിങ്ങൾ ഒരു റീല് കാണുന്നു, 5 ആഡ് കാണിക്കുന്നു. വീണ്ടും അടുത്ത റീല് കാണിക്കുന്ന 5 ആഡ് കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ, ഉറപ്പായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് പോകും അല്ലേ. അപ്പം അങ്ങനെ ആഡുകളുടെ ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യില്ല, അവർ വരുമാനം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ആ സാധനം അൺഇൻസ്റ്റാൾ ചെയ്ത് പോകും. അപ്പം എങ്ങനെയാണ് കൂടുതൽ ആഡ് നിങ്ങളെ കാണിക്കാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്ക്. വേണേൽ പോസ് ചെയ്തിട്ട് ആലോചിച്ചോ. അതായത് ഇപ്പം അരമണിക്കൂറിൽ ഒരു ആഡാണ് ഇൻസ്റ്റ നിങ്ങളെ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താൽ, അതായത് 1 മണിക്കൂറോ 3 മണിക്കൂറോ 6 മണിക്കൂറോ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10ഉം 15 ആഡുകൾ നിങ്ങളെ കാണിക്കാൻ പറ്റും അല്ലേ. സിമ്പിൾ ലോജിക്കാണ്. അതായത് അരമണിക്കൂറിൽ ഒരു ആഡാണെങ്കിൽ 6 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 12 ആഡുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റയ്ക്ക് കാണിക്കാൻ പറ്റും. 3 മണിക്കൂർ 5ഓ 6ഓ ആഡുകൾ നിങ്ങളെ കാണിക്കാൻ പറ്റും അല്ലേ. അപ്പം അതാണ് ഫണ്ടമെന്റലി ഇൻസ്റ്റ അല്ലെങ്കിൽ യൂട്യൂബ് എന്നുള്ള ബിസിനസ് നിലനിൽക്കണമെങ്കിൽ എന്താണ്, നിങ്ങൾ കൂടുതൽ സമയം ആ ആപ്പുകളിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ആൻഡ് അങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അതിനുവേണ്ടി എന്തുണ്ട്, അവർ ഹാർവാർഡിലെയും സ്റ്റാൻഫോർഡിലൊക്കെ എന്താണ് ബിഹേവിയറൽ സയൻസിലും സൈക്കോളജിയിലൊക്കെ PhD എടുത്ത ഒരുപാട് ആൾക്കാരെ ഇതിൻ്റെ റിസർച്ച് ടീമിലുണ്ട്. അതായത് എങ്ങനെ നിങ്ങൾ ഇതിൽ ഹുക്ഡായി നിൽക്കണം എന്നുള്ളത്, എങ്ങനെ നിങ്ങളുടെ സമയം, കൂടുതൽ സമയം യൂട്യൂബിൽ നിന്ന് പുറത്തിറങ്ങാതെ, ഇൻസ്റ്റയിൽ നിന്ന് പുറത്തിറങ്ങാതെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ റിസർച്ച് നടത്തി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇൻസ്റ്റയുടെ നമ്മുടെ ഹോം പേജിൽ നമ്മൾ പോസ്റ്റുകൾ കാണുന്നില്ലേ, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. നമ്മൾ ഇൻസ്റ്റ തുറന്ന ഉടനെ ഫസ്റ്റ് കാണുന്ന പോസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് അങ്ങ് താഴോട്ടേക്ക് പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഒരു നല്ലൊരു പോസ്റ്റ് ആയിരിക്കും, അങ്ങ് താഴോട്ട് പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പോസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അവസാനിപ്പിക്കാതിരിക്കാനുള്ള സാധനം എന്താണ്,
ഇൻസ്റ്റക്ക് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഓരോ അപ്ഡേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഗ്ലൂ ഇൻ ചെയ്യാൻ അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് സാർ ഇതിൽ നിന്ന് രക്ഷ നേടാം? എടാ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആപ്പുകളെ രണ്ടായി തിരിക്കാം. ഒന്നാമത്തത് യൂട്യൂബ്, രണ്ടാമത്തത് ബാക്കിയൊക്കെ. ഇവിടെ എന്തൊക്കെയുണ്ട്, ഇൻസ്റ്റ വരുന്നുണ്ട്, സ്നാപ്പ് വരുന്നുണ്ട്, ബാക്കി ഗെയിമിംഗ് ആപ്പുകളുണ്ട്, ബാക്കി നിങ്ങൾ സമയം കളയുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ട് ഇത് രണ്ടായി തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ഒരേ സമയം നമുക്ക് ഉപകാരമുള്ള സാധനമാണ്, അതേപോലെ തന്നെ എന്താണ് നമ്മളെ സമയം കൊല്ലുന്നതുമാണെന്ന് മാത്രമല്ല മിക്ക ഫോണുകളിൽ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല അല്ലേ. ഉപകാരമുള്ള സാധനം പിന്നെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത്? ഇതിനു മുമ്പ് ഈ ഫോൺ അഡിക്ഷന് മുമ്പ് തന്നെ എന്തുണ്ട്, പലതരം അഡിക്ഷൻസും സമയം പാഴാക്കലും ടൈം വേസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. പണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലായിരിക്കും, നമ്മളുടെയൊക്കെ ഏറ്റവും വലിയ ടൈം വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടി വി കാണല. ആ US എല്ലാ സ്ഥലത്തും ആൾക്കാരെന്താ ജോലിയും കഴിഞ്ഞ് വന്ന് നേരെ സോഫയിലിരിക്കും, റിമോട്ട് ഇവിടെ വെച്ചിട്ടുണ്ടാവും, റിമോട്ട് തുറക്കും, ടി വി കാണും, പിന്നെ കിടന്നുറങ്ങുന്നത് വരെ എന്തായിരിക്കും ടി വിയുടെ മുന്നിലായിരിക്കും. അപ്പം അന്ന് ഈ അഡിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുക്കുകളും സ്റ്റഡീസൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ അഡിക്ഷൻ ഒഴിവാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ടാണ്. ആ ഒരു പ്രോസസ്സ് ഡിഫിക്കൽട്ടാക്കി കഴിഞ്ഞാൽ നമുക്കെന്താണ്, നമുക്കത് ചെയ്യാനുള്ള ത്വര കുറയുന്നു. അതായത് സോഫയമേൽ വന്നിരിക്കുന്നു, റിമോട്ട് എടുക്കുന്നു. റിമോട്ട് എന്താണ്, സോഫയമേൽ വെക്കാതെ കുറച്ച് ദൂരെ വെച്ചാൽ ഒരു പക്ഷേ എന്താ സോഫയമേൽ വന്നിരിക്കുമ്പോൾ നമ്മൾ മക്കളൊക്കെ അടുത്ത് വരും, കുറച്ച് നേരം അവരോടൊക്കെ സംസാരിക്കും, ചിലപ്പോൾ എന്താ അന്ന് ടി വി നമ്മൾ കാണൂലായിരിക്കും. ഇനി ചില ആൾക്കാർ എന്തായിരിക്കും ആ ദൂരെ പോയിട്ട് എടുത്തിട്ട് പിന്നെയും കാണും. അങ്ങനെയാണെന്ന് ആൾക്കാരോട് പറയും, നിങ്ങൾ ടി വി കണ്ടു കഴിഞ്ഞാൽ എന്താണ് റിമോട്ട് എടുത്തിട്ട് വല്ല ഷെൽഫിൽ വെച്ച് പൂട്ടിയിടാനാണ് പറയുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ആ ഒരു ഇതും, അതായത് റിമോട്ട് എടുത്ത് തുറക്കണ്ടേ എന്നൊക്കെ വിചാരിച്ച് കാണാതിരിക്കും. ഇനി അതും പറ്റാത്ത ആൾക്കാരെന്ത് ചെയ്യും, അവർ റിമോട്ട് പോയി എടുത്ത് കാണൂലേ. അപ്പോൾ അവരോട് പറയാറുള്ളത്, നിങ്ങൾ ടി വി കണ്ടു കഴിഞ്ഞാൽ ടി വി വാൾ നൂരിയിട്ട് ഒരു പെട്ടിയിൽ വെച്ചിട്ട് മാറ്റി വെക്കുക. ഇനി രണ്ടാമത് നിങ്ങൾക്ക് ആണെങ്കിൽ ആ പെട്ടിയിൽ നിന്ന് എടുത്തിട്ട് വാളിൽ ഫിക്സ് ചെയ്ത് കാണണം. അങ്ങനെയാണത്. ഇത് ഡിഫിക്കൽട്ടി ലെവൽ കൂടെ ഇതേ ലോജിക്കാണ് നിങ്ങൾക്ക് ഇവിടെയും ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളത് ഓപ്പൺ ചെയ്യുന്നത് കുറക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ച് നിങ്ങളെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൊണ്ടുവന്നതില്ലേ, നോട്ടിഫിക്കേഷൻ വന്ന് തുറക്കുന്നു. ചിലപ്പോൾ ഈ വീഡിയോ അടക്കം നിങ്ങൾ നോട്ടിഫിക്കേഷൻ കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. പിന്നെ അവരെ ഇറക്കാതിരിക്കാൻ അവർക്കറിയാം. അപ്പം ഈ ഈസി ആക്കലാണ് നോട്ടിഫിക്കേഷൻ. നമ്മളെങ്ങനെ ഡിഫിക്കൽട്ട് ആക്കണം. ഡിഫിക്കൽട്ട് ആക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആ ആപ്പ് അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്യലാണ്. മക്കൾ ആദ്യത്തെ 2 ദിവസം ബുദ്ധിമുട്ടുണ്ടാവും. ഞാനും ഇതേപോലെ എല്ലാ അഡിക്ഷനൊക്കെ ഉള്ള ആൾ തന്നെയാണ് കേട്ടോ. അപ്പം സ്ഥിരമായിട്ട് ട്വിറ്ററിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഞാൻ അതങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്തു. ആദ്യത്തെ 2 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം കഴിയുമ്പോഴത്തേക്ക് ട്വിറ്റർ ഉപയോഗിക്കുക എന്നുള്ള ശീലം തന്നെ എൻ്റെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇൻസ്റ്റ ട്രൈ ചെയ്ത് നോക്ക്. അതായത് ഏത് സമയത്തും ഇൻസ്റ്റ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് ഇട്ട് എടുത്ത് നോക്കുന്നത് പിന്നെ ആദ്യത്തെ 2 ദിവസം ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നിങ്ങളത് മറക്കും, പുതിയ ശീലങ്ങളിലേക്ക് വരും. അപ്പം ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഇൻസ്റ്റ അല്ലെങ്കിൽ ആപ്പുകൾ, ആ സമയം കളയുന്ന ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. ചില ആൾക്കാർ സാറേ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്താൽ അപ്പോൾ എന്താണ് ആവശ്യം വരുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യും എന്നുള്ളത്. നമ്മളത്തെ നേരത്തെ എന്താണ് റിമോട്ട് ദൂരെ വെച്ചാൽ പോയി എടുത്തുകൊണ്ടുവരുന്നല്ലേ. അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗ് ഔട്ട് ചെയ്തിട്ട് പാസ്വേഡ് ഫൊർഗെറ്റ് അടിച്ചിട്ട് എന്ത് ചെയ്യുക, അൺഇൻസ്റ്റാൾ. അപ്പം എന്താ, അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ യൂസർ നെയിമും പാസ്വേഡ് അടിക്കേണ്ടി വരും. ആ ഒരു സമയത്ത് എന്താ അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും. ഇനി ഇതും പ്രശ്നമുള്ള ആൾക്കാർ നിങ്ങൾ അങ്ങോട്ട് എന്താ ഫ്രണ്ട്സിന് എന്താ ചെയ്യുക, അവരെ കൊണ്ടല്ലേ പാരൻസിനെ കൊണ്ട് ഒരു പാസ്വേഡ് ഇടിപ്പിക്കുക. ഒരു കാരണം വെച്ചാലും തുറക്കാൻ പറ്റാതെ ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി പരീക്ഷ തുടങ്ങാനല്ല, പരീക്ഷ തുടങ്ങി അവസാനിക്കാൻ ഓൾമോസ്റ്റ് 40 ദിവസം കൂടിയുള്ളൂ. ഈ 40 ദിവസം നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാതിരുന്നാൽ മാത്രം മതി നമുക്ക് ഒരുപാട് A+കളും ഒരുപാട് മാർക്കും കൂടുന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയുന്നല്ലേ. അപ്പോൾ 40 ദിവസത്തേക്ക് ഈ ഒരു പാർട്ട് ചെയ്ത് നോക്കുക. അതേപോലെ ചില ഗെയിമൊക്കെ ഉണ്ട്, പെസ്, പ്രോ എവല്യൂഷൻ സോക്കറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ തന്നെ 1.5 GB ഒക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഒരിക്കലാണ് ഇൻസ്റ്റാൾ ചെയ്താൽ പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ചാൻസ് കുറവ്. നമ്മളെ പ്രോഗ്രസ് ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അപ്പോൾ ആ ലെവലിൽ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ആപ്പുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. എന്നിട്ട് അത് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട്. നിങ്ങൾ അൺഇൻസ്റ്റാൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് ഡിഫിക്കൽട്ട് ആക്കാമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഏറ്റവും അവസാനം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസിനെ കൊണ്ട് പാസ്വേഡ് ഇടിപ്പിക്കുക. അങ്ങനത്തെ ഒരുപാട് കുട്ടികളുടെ കേട്ടോ. അവർക്ക് കഴിഞ്ഞ വർഷം ഫുൾ മാർക്കറ്റ് കുട്ടി പറയുന്നുണ്ട് എൻ്റെ പാസ്വേഡ് അമ്മേൻ്റെ അടുത്താളുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്, ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് പിന്നെ നമ്മുടെ മുന്നിലുള്ളത് യൂട്യൂബും അതേപോലെ തന്നെ എന്താണ് ഗൂഗിൾ ക്രോം വെച്ചിട്ടൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. യൂട്യൂബിൻ്റെ കേസിൽ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ആപ്പാണ് റീഗെയിൻ എന്നുള്ള ആപ്പ്.
ആ റീഗെയിൻ എന്നുള്ള ആപ്പ് വളരെ കൃത്യമായിട്ട് എന്താ ഷോർട്സുകൾ കാണുന്നത് മുഴുവൻ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. യൂട്യൂബിന് ടൈം കൊടുക്കാൻ പറ്റും. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ യൂട്യൂബ് ഉപയോഗിക്കാതിരിക്കാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും അത് ഒരുപാട് യൂസ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും ഞങ്ങളത് ചെയ്തു തരും. അല്ലെങ്കിൽ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്താൻ പറ്റും. എൻ്റെ സുഹൃത്തൊക്കെ കൂടിയാണ് അത് ഡെവലപ്പ് ചെയ്തത്. അടിപൊളി ആപ്പാണ്, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. യൂട്യൂബ് ഉപകരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടും, അതായത് ചില ചാനലുകളിലെ കണ്ടന്റ് മാത്രം കാണിക്കാനൊക്കെ പറ്റും. ഓക്കെ, എജുപോട്ട് മാത്രം കാണിച്ചാൽ മതി. അപ്പം ആ ലെവലിൽ എന്ത് ചെയ്യുക, റീഗെയിൻ ആപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉപയോഗിക്കേണ്ടത് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അവസാനത്തെ വീഡിയോ ആവില്ല എന്ന പ്രാർത്ഥനയോടെ എന്ത് ചെയ്യാണ്, നിങ്ങളിത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. ബൈ.